നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അതിൽ പലർക്കും വരാൻ പറ്റിയിട്ടില്ല, പലർക്കും പനിയാണ്, പല ബുദ്ധിമുട്ടുകളായതുകൊണ്ട് വീട്ടിലുണ്ട്. സ്വപ്നം പാലക്കാടിൻ്റെ 11ാം വാർഷികവും ഓണാഘോഷവും നടത്തി. പാലക്കാട് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനു വേണ്ടി 11 വർഷമായി പ്രവർത്തിക്കുന്ന സ്വപ്നം പാലക്കാടിൻ്റെ ഓണാഘോഷവും 11ാം വാർഷികവും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വിക്ടോറിയ കോളേജ് OV വിജയൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ സ്വപ്നം പാലക്കാട് രക്ഷാധികാരി NG ജോൺസൺ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഓണസന്ദേശം നൽകി. പ്രസിഡന്റ് ലില്ലി വാഴയിൽ, തൃശൂർ കെസ് ഡയറക്ടർ ഫാദർ ജിൻഡോ ചിറയത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് അസൻ മുഹമ്മദ് ഹാജി, ഡോക്ടർ സുജിത്ത്, മാധ്യമപ്രവർത്തകൻ ജോസ് ചാലക്കൽ, P പ്രേമ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓണസദ്യ, വിവിധ കലാപരിപാടികളും പൂക്കളമിടലും ഉണ്ടായി. ഒരു കാലം തികയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ മരണത്തിന് കീഴടങ്ങേണ്ടവരാണ്. പലപ്പോഴും പറയാറുണ്ട്, ലിംഗബോധമില്ലാത്ത കോമാളിയാണ് ഓരോ മരുന്നുകളും. പക്ഷെ കാലം തികഞ്ഞ് നല്ല പ്രായത്തിൽ മക്കളെയും അവരുടെ കൊച്ചുമക്കളെയും കുടുംബ സംവിധാനങ്ങളെല്ലാം തന്നെ സകുടുംബം ആഘോഷിച്ച് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു നല്ലൊരു കാര്യമാണ്. ഒരു പ്രായം നിൽക്കുമ്പോൾ പാരമ്പര്യമനുസരിച്ചാകാം ചിലപ്പോൾ അതിലേക്കുള്ളത് സംഭവിക്കും. സ്വപ്നം പാലക്കാടിൻ്റെ ഓണാഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാത്തിനും ഒരു ഔപചാരികതയിലെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ നിങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് നമ്മളിവിടെ ഒത്തുകൂടി ഒരു ഔപചാരികതയുടെ പേരിലൊരു സ്വാഗതം, അധ്യക്ഷ പ്രസംഗം, ഉദ്ഘാടനം ഇതെല്ലാം നടത്തുന്നത് അല്ലേ. ഒരു ഔപചാരികത മാത്രമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഞാൻ വർഷങ്ങളായി കാണുന്ന ആൾക്കാരാണ് അല്ലേ. എത്ര വർഷങ്ങളായി ഞാൻ നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2000 മുതൽ സ്വപ്നം പാലക്കാടിൻ്റെ പരിപാടിയിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പറയാൻ, സധൈര്യം പറയാൻ ഞാൻ തയ്യാറാണ് അല്ലേ. നിങ്ങൾക്കറിയില്ലേ, സ്വപ്നം പാലക്കാടിൻ്റെ എല്ലാ പരിപാടിയിലും ജോൺസൺ സാർ എന്നെ വിളിക്കാതെ നടത്താറില്ല എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷമാണ്. കാരണം നമുക്കറിയാം എല്ലാവർക്കും ഓണം ആഘോഷിക്കണം എന്നുള്ള ആ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് ഓണമായാലും ശരി, ക്രിസ്മസ് ആയാലും ശരി, അത് ഒരു ഒത്തൊരുമയുടെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ലക്ഷണമായിട്ടാണ് നമ്മൾ ഓണം, ക്രിസ്മസ് ഒക്കെ കൊണ്ടാടാറ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ നിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ ഞങ്ങൾക്കത് സാധിക്കില്ലല്ലോ എന്നുള്ള ഒരു മനോഭാവം വരുത്താതെ നിങ്ങളും ഞങ്ങളുടേതാണ് എന്ന് ആ ഒത്തൊരുമ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഓണം ആഘോഷിക്കുന്നതിനാണ് നമ്മളെല്ലാവരും തയ്യാറായിട്ടുള്ളത്. സ്വപ്നം പാലക്കാടിൻ്റെ പേരിൽ തയ്യാറായിട്ടുള്ളത്. അതും ശരീരമില്ലാതെ അല്ലേ വളരെ സ്വർഗമായ ഒരു കേരളം ഉണ്ടായിരുന്ന ഒരു നാൾ. അപ്പം എന്താ പറയേണ്ടത്, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ ശരിയിൽ വളരെ 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 പറയാൻ പറ്റാത്തൊരു വളരെ പ്രശ്നങ്ങൾ പിടിച്ച അവസ്ഥയിൽ ഇപ്പോൾ പോകുന്നത്. പക്ഷെ നമുക്ക് എന്താ പറയേണ്ടത്, ആഗ്രഹിക്കുക അല്ലേ, ആശയം വീണ്ടും പഴയൊരു
മാവേലി ഭരിച്ചത് കേരളത്തിലേക്ക് വീണ്ടും പോകുന്ന വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളിൽ ഉണ്ടാവേണ്ട ഭാവമാറ്റങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച് മനുഷ്യനെ പോലെ ജീവിക്കാൻ എല്ലാവർക്കും സാധ്യമാണ് എന്ന് തിരിച്ചറിയിച്ച ഒരു ഘട്ടത്തിൽ നിൽക്കുന്നവരാണ്. സ്വാഭാവികമായും അതിൻ്റെ കരുത്ത്, അതിൻ്റെ ഏറ്റവും നല്ല ഊർജം ഒക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. 2011 പാലക്കാട് ജില്ലാശുപത്രിയിൽ കുടുംബശ്രീയുടെ അംഗങ്ങളിൽ കൂട്ടി HIV പോസിറ്റീവ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോയിട്ടുണ്ട്. അന്ന് അതെന്തിനു ചെയ്തു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. എന്താ കാര്യം? പാലക്കാട് ജില്ലയിൽ നമ്മുടെ ആളുകളുടെ എണ്ണം കൂട്ടാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലേ? അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂട്ടരുത് എന്ന് പറയുമ്പോഴും മനുഷ്യരിതിനെക്കുറിച്ച് ഭയങ്കര സ്റ്റിഗ്മയിൽ നിൽക്കുന്നു. ഭയങ്കര പ്രശ്നമാണ്, അല്ലേ? എന്തിനും പ്രശ്നമാണ്. തൊഴിൽ കൊടുക്കാൻ അവർക്ക് എന്ത് തൊഴിൽ കൊടുക്കാൻ പറ്റും? അവരെങ്ങനെയാണ് ഈ സമൂഹത്തിനകത്ത് ചേർത്ത് നിർത്താൻ പറ്റുക? ഇത്തരം വർത്തമാനങ്ങളൊക്കെ നടക്കുമ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനം തീർച്ചയായും ആ സ്റ്റിഗ്മയോടെ പൊളിച്ചെടുത്താൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങൾ കുറേ സ്ത്രീകളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു, മാത്രമേ കുറേ പേര് വന്നില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ഒരുമിച്ച് പോയി അത്തരമൊരു പരിശോധന നടത്തണം, അങ്ങനെ ഒരു പ്രചരണം അതിന് കൊണ്ടുവരേണ്ടതുണ്ട്. അഭിവൃദ്ധി ചെയ്തിട്ടുണ്ട്. ഭക്ഷണങ്ങളും ഓരോ അതിഥികളെയും ഓരോരുത്തരെയും വിളിച്ചിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്നതിൽ നമുക്ക് ജോൺസൺ സാറിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വില്ലി ജോൺസൺ അവർക്കും അവരുടെ പങ്ക് വളരെയധികം വലുതാണ്. അവരെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഈ ചടങ്ങിനെ എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ചടങ്ങിന് എൻ്റെ ആശംസ അർപ്പിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയുകയാണ്. ഞാൻ പഴയ ഗാനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിൽ 7 സുന്ദരരാധിക, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഞാൻ വന്ന് കയറിയോടെ തന്നെ ആ പാട്ട് കേൾക്കാനിടയിൽ ആ പാടിയ കൈല എല്ലാവിധ നന്ദി സംഭരിക്കുന്നു. നന്ദി. വളരെയധികം സന്തോഷം. കാരണം ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളുടെ കഥകളാണെന്നെല്ലാം പറയുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം കോവിഡ് സമയത്ത് വായിച്ച ഒരു നോവലാണ് അതിനാധാരമായിട്ട് കാണുന്നത്. ആ നോവലിൻ്റെ പേര് ഒറ്റയ്ക്ക് എന്നാണ്. എഴുതിയ തലശ്ശേരി സ്വദേശിയാണ്, പേര് ഓർമ്മ വരുന്നില്ല. മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നോവൽ ഞാൻ വായിച്ചിട്ടില്ല. നോവലിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അശ്വനി എന്ന പേരായിട്ടുള്ള ഒരു കവി പറഞ്ഞത് ഇങ്ങനെയാണ്. ആ നോവലിലുടനീളം പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്നവരുടെ നിസ്സഹായതയല്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നവരുടെ ശക്തിയാണ് ആ നോവലിൽ ഉടനീളം പറയുന്നത്. നമുക്കറിയാം, നേതാക്കന്മാരെയൊക്കെ പലരും ഒറ്റയ്ക്ക് നിന്ന് വയറ്റി തെളിഞ്ഞു വന്നവരാണ്. പലരുടെ നന്നായിട്ട് അറിയാം. പോലീസിൻ്റെ ഒക്കെ തല്ലും അത് കൊണ്ട് അത് കൂടെ ആരും ഉണ്ടാവില്ല, എപ്പോഴും ഒരിക്കലും കൂടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവരുടെ ശക്തിയെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ മുൻകാല അനുഭവം വെച്ച് നോക്കിയാൽ സർവീസിലുള്ളപ്പോൾ ഞാൻ കഴിഞ്ഞ 34 കൊല്ലമായിട്ട് റെയിൽവേ ലോക്കൽ ബെൽറ്റായിരുന്നു. 1 വർഷം മുമ്പാണ് സർവീസിൽ നിന്ന് വികാസത്തെ ഞാൻ മലപ്പുറം പ്രാദേശിക ലേഖനായിട്ട് ജോലി ചെയ്യാൻ 2 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ സർവീസിലുണ്ടായിരുന്നപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് വീഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാരും നമ്മുടെ ഉണ്ടാകും. പിന്നെ ഉണ്ടാകുമെന്ന് പറയാൻ നമ്മൾ ഒറ്റയ്ക്കായി. അപ്പോൾ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതാണ്. ഒരുപക്ഷെ ഞാൻ ഈ വേദിയിൽ നിന്ന് ഇത്രയധികം ഞാൻ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത് അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കിട്ടിയ ശക്തിയാണ്. ഞാൻ പൊതുവെ മിതഭാഷയായിട്ടുള്ള ആളാണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളുടെ എല്ലാവരുടെ കൂടെയും എല്ലാവരും ഉണ്ട്. ഞാനത് പ്രത്യേകം സൂചിപ്പിച്ചു. എല്ലാവരും ആശംസ നേരും. നന്ദി, നമസ്കാരം.